ഹായ് ഫ്രണ്ട്സ്, ദുബായിൽ രണ്ടാഴ്ച മുമ്പ് പെയ്തിട്ടുള്ള പെരുമഴയുടെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നാട്ടിലുള്ളവർക്കും ഏകദേശം ഈ ദുബായിലെ മഴയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഏകദേശം 70 വർഷത്തിനിടയിൽ ഇവിടെ പെയ്തിട്ടുള്ള ഏറ്റവും വലിയ മഴയായിരുന്നു ഇത്. കാരണം ഇത് മഴയുടെ തലേ ദിവസം തന്നെ എല്ലാവർക്കും അലേർട്ടൊക്കെ തരുന്നുണ്ടായിരുന്നെങ്കിലും എല്ലാവരും കരുതിയത് സാധാരണ പോലെ ഇവിടെ മഴ പെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ക്ലൗഡ് സീഡിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് മഴ പെയ്യാറുണ്ട് ഇപ്പോൾ അത്യാവശ്യം. ഇപ്പോൾ മഴ പെയ്താൽ തന്നെ ചിലപ്പം ചെറിയ വെള്ളക്കെട്ട് വരും. ഒരു 4-5 മണിക്കൂർ പെയ്താൽ തന്നെ അത് മാറി നിൽക്കുകയാണ് പതിവ്. ആ ഒരു ഇതിലാണ് എല്ലാവരും മഴ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ മഴ ഒരു പ്രതീക്ഷിക്കാതെ പോലെ ഇപ്പോൾ തന്നെ നമുക്ക് താഴെ കാണാൻ പറ്റും. ഈ വെള്ളക്കെട്ട് കിടക്കുന്നത് അത് ഫുട്പാത്തിനേക്കാൾ ആ ഒരു ലെവലിൽ ഫുള്ളും വെള്ളം മൂടി കിടക്കും. അതുപോലെ ചിലയിടത്ത് അണ്ടർപാസിലൊക്കെ വെള്ളം മൂടിയായിരുന്നു. ഒരുപാടിടത്ത് കാറുകൾ വെള്ളത്തിൻ്റെ അടിയിലായി പോയി. ഒരുപാട് ആൾക്കാർ ഈ താമസിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ലിഫ്റ്റുകൾ നിന്നിട്ടുണ്ട്. അതുപോലെ ഷാർജയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇതിൻ്റെ ആയിട്ടുള്ള കെടുതികളുണ്ടായത്. ഷാർജയിലൊക്കെ ചിലർ താമസിക്കുന്നുണ്ട്. ചിലർ റൂമിലൊക്കെ ഇതിട്ട് ആഴ്ചകളോളം മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് താഴെ കാണാൻ പറ്റും. താഴെയാണെങ്കിൽ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ താഴെ റോഡിൽ കൂടെ പോകുമ്പോൾ ആ ഗ്രൗണ്ട് ലെവലിലുള്ള കടകളിലെല്ലാത്തിലും ഓരോ വണ്ടി പോകുമ്പോഴും ഇത് കണക്കിന് വെള്ളം അടിച്ചകത്തേക്ക് കയറുകയാണ്. ഇത് കണക്ക് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഏകദേശം വൈകിട്ട് 6 മണി സമയത്താണ്. സാധാരണ ഇവിടെ മഴ പെയ്താലും അങ്ങനെ തുടർന്ന് നിൽക്കാറില്ല. ഏകദേശം ഒരു 2-3 മണിക്കൂർ കാണാം. അഥവാ കൂടി പോയാൽ തന്നെ പെയ്തിട്ട് അത് പിന്നീട് അങ്ങ് മാറുകയാണ് ചെയ്യാറ്. ഇതിപ്പം രാവിലെ മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അത്യാവശ്യം മഴ പെയ്തു. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് നല്ലതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഏകദേശം രാത്രി 9 മണി വരെ മഴയായിരുന്നു. അന്നേരത്തേക്ക് ആൾക്കാർക്ക് കുറച്ച് ടെൻഷനും ഒക്കെ വരുന്ന സമയത്തായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? പക്ഷേ 9 മണിയായ സമയത്ത് മഴ നിന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തത്തിലേക്ക് പോയില്ല. പക്ഷേ എന്നാലും ഒരുപാട് ആൾക്കാർക്ക് സാമ്പത്തിക നഷ്ടവും ഒരുപാട് ആൾക്കാർക്ക് കാഷ്വാലിറ്റീസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ താഴെ കാണുന്ന ബൈക്ക് തന്നെ ഡെലിവറി ബോയ് ആണെങ്കിൽ കാരണം അദ്ദേഹം റൂമിലോ മറ്റോ പോയ സമയത്ത് ഉച്ചയ്ക്ക് വെച്ചിട്ട് പോയതാണ്. വൈകിട്ട് വരുമ്പോൾ വെള്ളത്തിൽ മുങ്ങിയാണ്. ഇടയ്ക്ക് വന്ന് അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. അതെടുത്തിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പാവം നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മിക്കവർക്കും അന്നത്തെ ദിവസം അവധിയായിരുന്നു. ഈ മഴയോടനുബന്ധിച്ച് സ്കൂളുകൾക്ക്, ഓഫീസുകൾക്കൊക്കെ അവധിയായിരുന്നു. പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ജോലിക്ക് പോകേണ്ടി വരുന്നവർ. അങ്ങനെ പോയ ഒരുപാട് പേര് വഴിയിൽ പെട്ടുപോവുകയും, കാരണം മെട്രോ സർവീസ് ഏകദേശം അന്നത്തെ ദിവസം കട്ടായിരുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലായിരുന്നു. പിന്നെ ടാക്സി പോലും അന്ന് കിട്ടത്തില്ലായിരുന്നു. അതുപോലെ സ്വന്തം വണ്ടി പോലും എങ്ങനെ ഓടിച്ചെത്താൻ പറ്റാത്തുള്ള ഒരു രീതിയിൽ പുറത്തു പോയി ഒരുപാട് പേര് പെട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം.